ജില്ലയിൽ മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. മണ്ണുത്തിയിൽ മരങ്ങൾ വീണ് വാഹനങ്ങൾ തകർന്നു. കാഞ്ഞാണിയിൽ തെങ്ങുപട്ട വീണ് സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്നു. പലയിടത്തും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി ഊരോക്കാട് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ചു. ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി വേട്ടയാടിയതിന് പിണറായി വിജയൻ മാപ്പ് പറയണമെന്ന് UDF കൺവീനർ MM ഹസൻ. അധികാരം സേവനത്തിന് വേണ്ടിയുള്ളതാണെന്ന് തെളിയിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയെന്നും MM ഹസൻ. സംസ്ഥാനത്ത് നികത്തിയ നെൽവയലുകൾ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ. നികത്തപ്പെട്ട എല്ലാ ഉപയോഗ്യമായ ഭൂമിയും തിരിച്ചുപിടിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കുമെന്നും മന്ത്രി. പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊലപ്പെടുത്തി. പൂച്ചട്ടി സ്വദേശി സതീഷാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനെതിരെ നിയമ നടപടിയുമായി കോർപ്പറേഷൻ. പൊതുവോടയിലേക്ക് സെപ്റ്റിക് മാലിന്യം ഒഴുക്കിയ റെയിൽവേയുടെ ചാൽ അടയ്ക്കുമെന്ന് മേയർ. ട്രെയിൻ വരുന്നത് കണ്ട് പാലത്തിൽ നിന്ന് 4 പേർ പുഴയിലേക്ക് ചാടിയെന്ന് ലോക്കോ പൈലറ്റ്. ചാലക്കുടി പുഴയിൽ ഫയർഫോഴ്സും പോലീസും തെരച്ചിൽ നടത്തി. പുഴയിൽ ചാടിയത് കവർച്ചാ സംഘമെന്ന് സൂചന. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജില്ലയിൽ മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. മണ്ണുത്തി കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി സെയിൽസ് കൌണ്ടറിന്റെ സമീപം 2 കൂറ്റൻ മരങ്ങൾ കടപുഴകി വീണ് വാഹനങ്ങൾ തകർന്നു. 5 കാറും 2 ബൈക്കും വനംവകുപ്പിന്റെ ജീപ്പുമാണ് തകർന്നത്. ആളപായമില്ല. ജീവനക്കാരുടെയും വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിയവരുടെ വാഹനങ്ങളുടെ മുകളിലേക്കാണ് മരം വീണത്. ഫയർഫോഴ്സ് എത്തി മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചു നീക്കി. തുടർന്ന് ക്രെയിൻ എത്തിച്ച ശേഷമാണ് കൂറ്റൻ തടിക്കഷ്ണം നീക്കിയത്. പുഴയ്ക്കൽ കൺവെൻഷൻ സെന്ററിന് സമീപം തട്ടുകടയുടെ മുകളിലേക്ക് മരങ്ങൾ ഒടിഞ്ഞു വീണു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മാവ് ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേട്ട് കടയിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു. പുഴയ്ക്കലിൽ കൂറ്റൻ ഫ്ലക്സ് ബോർഡ് താഴേക്ക് പതിച്ചു. പുറനാട്ടുകര പോസ്റ്റ് ഓഫീസിന് സമീപം മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മരം വീഴുന്നത് കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ വീണ് പരിക്കേറ്റ പുറനാട്ടുകര സ്വദേശി നന്ദകുമാറിനെ അമല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരൂരിൽ മരം വീണ് ടർഫ് തകർന്നു. ജയശ്രീ ഫുട്ബോൾ ടർഫിന്റെ മുകളിലാണ് ശക്തമായ കാറ്റിൽ മാവ് വീണത്. കോലടി വില്ലടം മേഖലയിലും നിരവധി മരങ്ങൾ കടപുഴകി വീണിട്ടുണ്ട്. കോലടി പൂവണി ബസ് സ്റ്റോപ്പിന് മുകളിലേക്ക് തെങ്ങ് ഒടിഞ്ഞു വീണു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ വീട്ടുമുറ്റത്തുണ്ടായിരുന്ന തേക്ക് മരം കടപുഴകി വീണു. വടക്കാഞ്ചേരി ഊരോക്കാട് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ചു. ഊരോക്കാട് കോരംചിറ ഉള്ളാട്ടുകുടി വീട്ടിൽ ജോൺ എന്ന 52 വയസ്സുള്ള ബെന്നിയാണ് മരിച്ചത്. സർവീസ് വയർ പൊട്ടിയത് ശരിയാക്കാനായി വൈദ്യുതി തൂണിൽ കയറിയപ്പോൾ ഷോക്കേൽക്കുകയായിരുന്നു. തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസും വൈദ്യുതി വകുപ്പ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിന് സമീപം പള്ളിത്താമം ഷോപ്പിംഗ് കോംപ്ലക്സ് കോമ്പൗണ്ടിലെ തണൽ മരം കടപുഴകി വീണു. സമീപത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങളുടെ മുകളിലേക്കാണ് മരം വീണത്. 6ഓളം ഇരുചക്ര വാഹനങ്ങൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചു. മിന്നൽ ചുഴലിയിൽ തെങ്ങിൻപട്ട വീണ് സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്ന് ഡ്രൈവർക്ക് പരിക്കേറ്റു. കാഞ്ഞാണി പെരുമ്പുഴപ്പാടത്ത് വെച്ച് തൃശൂരിൽ നിന്നും തൃപ്രയാറിലേക്ക് പോയിരുന്ന നിർമാല്യം എന്ന ബസിന്റെ മുന്നിലെ ഗ്ലാസാണ് ഉഗ്രശബ്ദത്തിൽ പൊട്ടിച്ചിതറിയത്. ഡ്രൈവർ മണലൂർ സ്വദേശി പൂക്കാട്ടുവീട്ടിൽ രാഹുലിനാണ് പരിക്കേറ്റത്. ഡ്രൈവർ വാഹനം നിയന്ത്രിച്ചു നിർത്തിയതിനാൽ യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സമീപത്ത് തന്നെയുള്ള കാഞ്ഞാണിയിലെ പെട്രോൾ പമ്പിന് സമീപം നിന്നിരുന്ന മരവും ചുഴലിക്കാറ്റിൽ മറിഞ്ഞു വീണു. ചേലക്കരയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ കടപുഴകി വീണു. ചേലക്കര വട്ടുള്ളി മല്ലിശ്ശേരിക്കാവ് റോഡിലാണ് ശക്തമായ കാറ്റിലും മഴയിലും മരങ്ങൾ ഒടിഞ്ഞു വീണത്. വൈദ്യുതി കമ്പികളുടെയും കേബിൾ ലൈനിന്റെ മുകളിലൂടെയുമാണ് മരങ്ങൾ വീണിട്ടുള്ളത്. കുറുമലയിൽ കടയുടെ മുകളിലേക്ക് മരത്തിന്റെ കൊമ്പ് ഒടിഞ്ഞു വീണു. തകർന്ന് വീണ ആസ്ബറ്റോസ് കടയുടമ ബാലകൃഷ്ണന്റെ തലയിലേക്ക് വീണു. കുറുമല LIC പടിയിൽ മുണ്ടോട്രിയിൽ വീട്ടിൽ ജയപ്രകാശിന്റെ വീടിന്റെ മുകളിലേക്ക് മരം വീണു. കുമ്പാരംകുന്ന് വത്സലയുടെ വീടിന് മുകളിലേക്കും മരം വീണിട്ടുണ്ട്. മിന്നൽ ചുഴലിയിൽ എളവള്ളി മുല്ലശ്ശേരി പഞ്ചായത്തുകളിൽ വ്യാപക നാശനഷ്ടം. താമരപ്പള്ളി റോഡിൽ മാവും തെങ്ങും മറിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കാക്കശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിലെ വലിയ മാവ് ശക്തമായ കാറ്റിൽ സമീപത്തെ പറമ്പിലേക്ക് മറിഞ്ഞു വീണു. വിദ്യാർത്ഥികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. യുവശക്തി റോഡിൽ വൈദ്യുതി തൂണും തേക്ക് മരവും ഒടിഞ്ഞു വീണിട്ടുണ്ട്. പെരുവല്ലൂർ മിനി കമ്മ്യൂണിറ്റി ഹാളിന് മുകളിൽ പന വീണ് ഷീറ്റുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു.
മിന്നൽ ചൂലയിൽ കല്ലൂർ വരന്തരപ്പള്ളി ചിമ്മിനി മേഖലയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ വീണ് 10 വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. നിരവധി മരങ്ങൾ കടപുഴകി വീണു. ചിമ്മിനി ജലവൈദ്യുത പദ്ധതിയുടെ AV കേബിളുകൾ തകരാറിലായി. പലയിടത്തായി 1000-ഓളം റബ്ബർ മരങ്ങൾ ഒടിഞ്ഞു വീണിട്ടുണ്ട്. ചിമ്മിനി ഡാം റോഡിൽ റബ്ബർ മരങ്ങൾ ഒടിഞ്ഞു വീണ് 5 വൈദ്യുതി തൂണുകൾ തകർന്നു. ചിമ്മിനി ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് പുതുക്കാട് സബ്സ്റ്റേഷനിലേക്ക് വൈദ്യുതി എത്തിക്കുന്ന AV കേബിളുകൾ മരങ്ങൾ വീണ് വ്യാപകമായി താഴ്ന്നു തൂങ്ങിയ നിലയിലാണ്. ചിമ്മിനി റോഡിൽ മരം വീണതോടെ ഗതാഗതം മുടങ്ങി. മിന്നൽ ചൂലയിൽ നാശനഷ്ടമുണ്ടായ പുതുക്കാട് വരന്തരപ്പള്ളി പഞ്ചായത്തുകളിലെ പ്രദേശങ്ങൾ കൊച്ചിയിൽ നിന്നുള്ള ഡോപ്ലർ വെതർ റഡാർ സ്റ്റേഷൻ പ്രതിനിധികൾ സന്ദർശിച്ചു. KK രാമചന്ദ്രൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ്, വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ, പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, ഡോപ്ലർ വെതർ റഡാർ സ്റ്റേഷൻ പ്രതിനിധികളായ C സോമൻ, എൽഫിൻ ആൻഡ്രിയൂസ്, പുതുക്കാട് പഞ്ചായത്ത് സെക്രട്ടറി ഉമ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ശക്തമായ കാറ്റിൽ പട്ടിക്കാട് സെക്ഷനിൽ നിരവധി സ്ഥലത്ത് മരങ്ങൾ ലൈനിലേക്ക് ഒടിഞ്ഞു വീണു. 20ഓളം HT പോസ്റ്റുകളും 70ഓളം LT പോസ്റ്റുകളും ഒടിഞ്ഞു വീണിട്ടുണ്ട്. 80ഓളം സ്ഥലങ്ങളിൽ വൈദ്യുതി കമ്പികൾ പൊട്ടിവീണു. ഇതുമൂലം പട്ടിക്കാട് സെക്ഷന് കീഴിലെ പ്രദേശങ്ങളിലും ചെമ്പൂത്ര ഫീഡർ, മണ്ണുത്തി സെക്ഷൻ, പട്ടിക്കാട് സബ്സ്റ്റേഷൻ, KV ഫീഡറുകളിലും പല ഭാഗത്തും വൈദ്യുതി സപ്ലൈ ചാർജ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഉപഭോക്താക്കൾ സഹകരിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി വേട്ടയാടിയതിന് പിണറായി വിജയൻ മാപ്പു പറയണമെന്നും അല്ലെങ്കിൽ പശ്ചാത്തപിക്കുകയെങ്കിലും വേണമെന്നും, എങ്കിൽ മാത്രമേ അനുസ്മരണ ചടങ്ങിൽ ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തി പറഞ്ഞതിന് ആത്മാർത്ഥതയുള്ളൂവെന്നും ജനശ്രീ മിഷൻ സംസ്ഥാന ചെയർമാൻ MM ഹസൻ പറഞ്ഞു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ അനീതിക്കും ക്രൂരതയ്ക്കുമെതിരായ ആത്മരോഷമാണ് അദ്ദേഹത്തിന്റെ വിടവാങ്ങൽ വിലാപയാത്രയിൽ കണ്ടത്. ഉമ്മൻചാണ്ടിയോട് പിണറായിയും അദ്ദേഹത്തിന്റെ സർക്കാരും ചെയ്ത അനീതിക്ക് അദ്ദേഹം മാപ്പുകൂടി പറഞ്ഞിരുന്നെങ്കിൽ അതിൽ ആത്മാർത്ഥതയുണ്ടായേനെ. വേദന അനുഭവിക്കുന്നവരുടെ മുന്നിൽ ഉമ്മൻചാണ്ടി ദൈവികമായ രൂപത്തിലാണ് അവതരിച്ചത്. അധികാരം സേവനത്തിനു വേണ്ടി ഉള്ളതാണെന്ന് തെളിയിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയെന്നും ജനമനസ്സുകളിൽ സ്ഥിരപ്രതിഷ്ഠ ഉണ്ടാക്കിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞുവെന്നും MM ഹസൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി 50 പേർക്ക് ചികിത്സാ സഹായമായി 2000 രൂപ വീതം നൽകി. മുതിർന്ന മാധ്യമപ്രവർത്തകൻ N ശ്രീകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി. ജനശ്രീ മിഷൻ സെക്രട്ടറി AT ജോസ്, സംസ്ഥാന കമ്മിറ്റി അംഗം സിജോ കടവിൽ, KV ദാസൻ, അമ്പലപ്പാട്ട് മണികണ്ഠൻ, ജോൺ ഡാനിയൽ, KV ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. ജനശ്രീക്ക് ഇവിടെ മൈക്രോ ഫൈനാൻസ്, അതുപോലുള്ള ജൈവ കൃഷി, നിരവധി പദ്ധതികൾ കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റെടുത്തത് നിങ്ങളാണ് അത് നടപ്പിലാക്കി. പക്ഷേ ഈ ഉമ്മൻചാണ്ടി സ്മൃതി കേന്ദ്രത്തിൻ്റെ പ്രധാന പ്രവർത്തന പരിപാടി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തും. ഉമ്മൻചാണ്ടിയുടെ ജനങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ ഉദാത്തമായ അദ്ദേഹത്തിൻ്റെ. സംസ്ഥാനത്ത് നികത്തിയ നെൽവയലുകൾ പൂർവ്വസ്ഥിതിയിലാക്കുവാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ പറഞ്ഞു. നികത്തപ്പെട്ട എല്ലാ ഉപയോഗ്യമായ ഭൂമിയും തിരിച്ചുപിടിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കുമെന്നും മന്ത്രി. ജില്ലാ കോൾപ്പടവ് പ്രതിനിധികളുടെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും സംയുക്ത വാർഷിക പൊതുയോഗം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നെൽപ്പാടം നികത്തൽ വളരെ ഗൗരവമായി തന്നെയാണ് സർക്കാർ കാണുന്നത്. ഇത് ജില്ലാ ഭരണകൂടത്തിന്റെയും കൃഷിവകുപ്പിന്റെയും സഹകരണത്തോടെ പൂർവ്വസ്ഥിതിയിലാക്കും. ഗവൺമെന്റ് ആലോചിച്ച് 2 കോടി രൂപ റിവോൾവിംഗ് ഫണ്ടായി ഇപ്പോൾ അനുവദിച്ച് അതിന് ഭരണാനുമതി നൽകി കഴിഞ്ഞു. ആ 2 കോടി രൂപ ബന്ധപ്പെട്ട ജില്ലാ കളക്ടർമാരുടെ അക്കൗണ്ടുകളിലേക്ക് വരുന്ന ദിവസങ്ങളിൽ നൽകും. അങ്ങനെ നൽകുമ്പോൾ ഏതെങ്കിലും ഒരു ഭൂമി കൃഷി ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിൽ തിരിച്ചെടുക്കാൻ ബന്ധപ്പെട്ട കർഷകർ അത് നടപ്പിലാക്കിയില്ലെങ്കിൽ സർക്കാർ ഇങ്ങനെ മാറ്റിവെച്ച റിവോൾവിംഗ് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ നിന്നുള്ള ആ മണ്ണ് തിരിച്ചെടുക്കാൻ, ആ മണ്ണ് തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ചെലവ് വരുന്ന സംഖ്യ ആരാണോ ബോധപൂർവം ഇത് മൂടാനായി തന്റെ കൃഷിഭൂമിയിൽ പ്രവർത്തിക്കുകയോ കൃഷിഭൂമി വിട്ടുകൊടുക്കുകയോ ചെയ്യുന്നത്, അയാളിൽ നിന്ന് റവന്യൂ റിക്കവറി പ്രകാരം തിരിച്ചു പിടിക്കാനും കഴിയും വിധം കേരളത്തിലെ നികത്തപ്പെട്ട നെൽവയലുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഗൗരവമായ ഒരു സ്റ്റെപ്പ് കൂടി വെക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുകയാണ്. നെൽകർഷകരുടെ പ്രയാസങ്ങൾ ഗൗരവമായി കണ്ടുള്ള നടപടികൾ സർക്കാർ കൈക്കൊള്ളുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തുടർന്ന് നടന്ന ചർച്ചയിൽ കർഷക കോൺഗ്രസ് നേതാവ് കൊച്ചു മുഹമ്മദ് അടക്കമുള്ളവർ സംസാരിച്ചു. നെല്ലിന്റെ താങ്ങുവില 35 രൂപയാക്കണം. നെല്ല് സംഭരണ തുക കർഷകർക്ക് ലഭ്യമാക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണം. സംസ്ഥാന സർക്കാർ നൽകി വരുന്ന കർഷക ആനുകൂല്യങ്ങൾ കുറയ്ക്കാതെ ലഭ്യമാക്കുക. വിത്ത് പ്രശ്നം പരിഹരിക്കുക. കുമ്മായം അനുവദിച്ച അളവിൽ ലഭ്യമാക്കുക.
കുമ്മായ ലഭ്യതക്കുറവ് വിളവ് കുറച്ചോ എന്ന് പരിശോധിക്കണം. കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച ഡോക്ടർ ബേബി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണം തുടങ്ങി നിരവധിയാർന്ന വിഷയങ്ങൾ കോൾപ്പടവ് കമ്മിറ്റി പ്രതിനിധികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അതേസമയം അന്തിക്കാട് കോൾപ്പടവ് കമ്മിറ്റിയിലുണ്ടായ പിളർപ്പിന്റെ ഭിന്നസ്വരം യോഗത്തിൽ കല്ലുകടിയായി. അംഗീകൃത പടവ് കമ്മിറ്റിക്കാരെ അല്ലാതെ യോഗത്തിലേക്ക് കത്തയച്ച് ക്ഷണിച്ചതിനെ ഒരു വിഭാഗം ചോദ്യം ചെയ്തു. ഇതോടെ അംഗീകൃത പ്രതിനിധികൾ മാത്രം ചർച്ചയിൽ പങ്കെടുത്താൽ മതിയെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ യോഗത്തെ അറിയിച്ചു. ടൗൺഹാളിൽ നടന്ന യോഗത്തിൽ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അധ്യക്ഷത വഹിച്ചു. MLA മുരളി പെരുന്നെല്ലി, സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖ്, കൃഷി, ഇറിഗേഷൻ, മറ്റ് വകുപ്പുതല ഉദ്യോഗസ്ഥർ, കർഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. TCV തൃശൂർ. പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊലപ്പെടുത്തി. നടത്തറ ഐക്യനഗർ സ്വദേശി അകത്തേപ്പറമ്പിൽ 47 വയസ്സുള്ള സതീഷാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വലക്കാവ് സ്വദേശി അറക്കൽ വീട്ടിൽ ഷിജോ, പുന്നൂക്കര സ്വദേശി കളിയത്ത് വീട്ടിൽ സജിതൻ, പൂച്ചട്ടി സ്വദേശി കാഞ്ഞിരത്തിങ്കൽ വീട്ടിൽ ജോമോൻ എന്നിവരെയാണ് ഉള്ളൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പൂച്ചട്ടി ഗ്രൗണ്ടിന് സമീപം ഞായറാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. ദേഹമാസകലം വെട്ടേറ്റ നിലയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത്. വാക്ക് തർക്കത്തിനിടെ സതീഷിനെ ഫോണിൽ വിളിച്ച് റോഡിലേക്ക് വരുത്തിയതിനു ശേഷമാണ് ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു. അറസ്റ്റിലായ പ്രതികൾ സതീഷിന്റെ സുഹൃത്തുക്കളാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ സംഭവസ്ഥലത്ത് എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ഗുണ്ടാ നേതാവ് ചാപ്ലി ബിജു വധക്കേസിലെ പ്രതിയാണ് കൊല്ലപ്പെട്ട സതീഷ്. ഒല്ലൂർ ACP മുഹമ്മദ് നസീമുദ്ദീൻ, CI NK ബെന്നി, SI KC ബൈജു എന്നിവരുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനെതിരെ നിയമ നടപടികളുമായി കോർപ്പറേഷൻ. പൊതു ഓടയിലേക്ക് സെപ്റ്റിക് മാലിന്യം ഒഴുക്കിയ റെയിൽവേയുടെ ചാലടയ്ക്കുമെന്ന് മേയർ പറഞ്ഞു. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ സെപ്റ്റിക് മാലിന്യം പൊതു ഓടയിലേക്ക് ഒഴുക്കിവിടുന്നതെന്ന് കണ്ടെത്തിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കോർപ്പറേഷൻ മേയർ MK വർഗീസിന്റെ നേതൃത്വത്തിൽ സ്റ്റേഷനിൽ വീണ്ടും പരിശോധന നടത്തി. റെയിൽവേ കോളനിയിൽ സ്ഥാപിച്ചിട്ടുള്ള അഴുക്കുചാലിന്റെ സ്ലാബുകൾ നീക്കി നടത്തിയ പരിശോധനയിൽ മാലിന്യം കോർപ്പറേഷന്റെ പൊതു ഓടയിലേക്കാണ് ഒഴുക്കുന്നതെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെയാണ് കർശന നിയമ നടപടികളിലേക്ക് കോർപ്പറേഷൻ കടക്കുന്നത്. ഇക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഇനി തയ്യാറല്ലെന്ന നിലപാടിലാണ് കോർപ്പറേഷൻ. റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും എന്താ ചിന്തിക്കുന്നത്, എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു. പക്ഷേ റെയിൽവേ അങ്ങനെയല്ല, വളരെ പിന്നിലാണെന്ന് ബോധ്യപ്പെട്ടു. ഇനി നടപടി, അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ സർക്കാരിനെ ബോധ്യപ്പെടുത്തും, സർക്കാർ ഇടപെടട്ടെ. കോർപ്പറേഷൻ എടുക്കാവുന്ന ചില നടപടികളുണ്ട്, ആ നടപടിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഈ സംരംഭത്തിനകത്ത് ട്രീറ്റ്മെന്റ് നടത്താൻ വേണ്ടി ഞങ്ങളോട് ആവശ്യപ്പെടുമായിരുന്നെങ്കിൽ നമ്മളത് ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ സെപ്റ്റി വേസ്റ്റ് മാത്രമല്ല, അജൈവ മാലിന്യം, ജൈവ മാലിന്യം, ഇതിനൊക്കെ നിയമം പറയുന്നത് ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ വേണം. ഇപ്പൊ ചെയ്യുന്നത് പൊതു ഓടയിലേക്ക് തള്ളുകയാണ്. ആ ഒരു നടപടി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. റെയിൽവേയുടെ മാലിന്യം ഒഴുകിയെത്തുന്നത് കോർപ്പറേഷൻ കോടികൾ മുടക്കി നവീകരിച്ച സ്വപ്ന പദ്ധതികളിലൊന്നായ വഞ്ചിക്കുളത്തേക്കാണ്. ഇതുമൂലം ഇവിടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കേണ്ട ഗതികേടിലാണ് ഇപ്പോൾ കോർപ്പറേഷൻ. റെയിൽവേ അടിയന്തരമായി മാലിന്യ സംസ്കരണത്തിന് ബദൽ സംവിധാനം ഒരുക്കണമെന്നാണ് കോർപ്പറേഷന്റെ ആവശ്യം. ഹരിതകർമ്മസേനയുടെ പ്രവൃത്തികളോടും റെയിൽവേ നിസ്സഹകരണമാണ് തുടരുന്നത്. ഇതെല്ലാം പരിഹരിക്കേണ്ടതുണ്ടെന്നും മേയർ പറഞ്ഞു. റെയിൽവേയുടെ സെപ്റ്റി വേസ്റ്റ് തള്ളി വഞ്ചിക്കുളത്തിന്റെ ഭാഗത്ത് വന്നപ്പോൾ അവിടെ വെള്ളത്തിന്റെ നിറം മാറി. അവിടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് വെക്കേണ്ട ഒരു ഗതികേട് കോർപ്പറേഷനുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി നമ്മൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വലിയ തെറ്റാണ്. അതുപോലെ തന്നെ ഹരിതകർമ്മസേനയുമായി ഒരു ബന്ധവുമില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് ജൈവ മാലിന്യം അല്ലെങ്കിൽ അജൈവ മാലിന്യം കൊടുക്കുന്ന സംവിധാനമില്ല. സർക്കാർ ഉണ്ടാക്കുന്ന സംവിധാനത്തെ ഇവർ അംഗീകരിക്കുന്നില്ല. അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടി ഉണ്ടാവും. കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ വർഗീസ് കണ്ടംകുളത്തി, PK ഷാജൻ, കോർപ്പറേഷൻ സെക്രട്ടറി, ആരോഗ്യ വിഭാഗം ജീവനക്കാർ എന്നിവരടങ്ങിയ സംഘമാണ് സ്ഥലം പരിശോധിച്ചത്. TCV തൃശൂർ. ട്രെയിൻ വരുന്നത് കണ്ട് പാലത്തിൽ നിന്നും 4 പേർ പുഴയിലേക്ക് ചാടിയെന്ന ലോക്കോ പൈലറ്റിന്റെ അറിയിപ്പിനെ തുടർന്ന് ചാലക്കുടി പുഴയിൽ ഫയർഫോഴ്സും പോലീസും തെരച്ചിൽ നടത്തി. വ്യാജ സ്വർണം നൽകി നാദാപുരം സ്വദേശിയുടെ 4 ലക്ഷം രൂപ തട്ടിയെടുത്ത 4-അംഗ സംഘമാണ് റെയിൽവേ ട്രാക്കിലൂടെ ഓടിയതെന്ന് പോലീസിന് വിവരം ലഭിച്ചു. ഇത് സംബന്ധിച്ച് നാദാപുരം സ്വദേശി രാജേഷ് എന്നയാൾ ചാലക്കുടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയായിരുന്നു സംഭവം. ചെന്നൈയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന എക്സ്പ്രസ് ട്രെയിനിലെ ലോക്കോ പൈലറ്റാണ് 4 പേർ പുഴയിലേക്ക് ചാടിയ വിവരം ചാലക്കുടി റെയിൽവേ സ്റ്റേഷനിൽ അറിയിച്ചത്. 4 പേരും തീവണ്ടി വരുന്നത് കണ്ട് ചാലക്കുടി പുഴമ്പാലത്തെ ട്രാക്കിൽ നിന്നും പുഴയിലേക്ക് ചാടി എന്നാണ് ഔദ്യോഗിക വിവരം. ഇതേ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. ട്രെയിൻ കടന്നുപോയ സമയത്ത് ഈ ഒരാൾ ട്രെയിൻ തട്ടുകയും മറ്റു 3 പേരും വെള്ളത്തിലേക്ക് ചാടി എന്നാണ് ലോക്കോ പൈലറ്റ് അപ്പോൾ അറിയിച്ചത്. പക്ഷേ ഇന്ന് രാവിലെ ഇപ്പോൾ ലോക്കോ പൈലറ്റ് രേഖാമൂലം എഴുതി കൊടുത്തത് 4 പേര് റെയിലിൻ്റെ മുകളിൽ കൂടി ട്രെയിൻ വന്നപ്പോൾ ഓടുന്നതായി കണ്ടുവന്നു. 4 പേര് പുഴയിലേക്ക് എടുത്തു ചാടി എന്നാണ് എഴുതി കൊടുത്തിരിക്കുന്നത്. ചാലക്കുടി ഫയർഫോഴ്സ് സംഘവും പുഴയിൽ തിരച്ചിൽ നടത്തി. എന്നാൽ ആരെയും കണ്ടെത്താനായില്ല.
തിങ്കളാഴ്ച രാവിലെയാണ് നാദാപുരം സ്വദേശി രാജേഷും സുഹൃത്തും പോലീസിൽ പരാതിയുമായി എത്തിയത്. നിധി കിട്ടിയ സ്വർണം നൽകാമെന്ന് പറഞ്ഞാണ് കോഴിക്കോട് ഭാഗത്ത് ജോലി ചെയ്യുന്ന ഇതര സംസ്ഥാനക്കാരനായ യുവാവ് എത്തിയതെന്ന് പറയുന്നു. ഇവർ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് സ്വർണം നൽകി 4 ലക്ഷം രൂപ ഇയാൾ വാങ്ങിയതെന്ന് പരാതിയിൽ പറയുന്നു. ഇതിനിടെ യുവാവിന്റെ സുഹൃത്തുക്കളായ മറ്റ് 3 ഇതര സംസ്ഥാനക്കാരും എത്തിച്ചേർന്നു. 4 സംഘം പണവുമായി പോയതിനു ശേഷമാണ് വ്യാജ സ്വർണമായിരുന്നുവെന്ന് വ്യക്തമായതെന്ന് രാജേഷ് പറഞ്ഞു. സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്ന് പോലീസ് സംശയിക്കുന്നു. ഇത് സംബന്ധിച്ച കൂടുതൽ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. ഇവർ പുഴയിൽ ചാടിയ ഭാഗത്ത് പാറക്കെട്ടുകളും കുത്തൊഴുക്കുമാണെന്നും നഗരസഭാ കൌൺസിലർ KV പോൾ പറഞ്ഞു. പാലത്തിന്റെ താഴെ പുഴയിൽ നിറച്ച് കരിങ്കല്ലുകളാണ്. കഴിഞ്ഞ നിർമ്മാണ പ്രവർത്തനം നടന്ന ഘട്ടത്തിൽ പുഴയിലുണ്ടായിരുന്ന കരിങ്കല്ലുകൾ, ഈ വീണ് കിടന്ന കരിങ്കല്ലും നിർമ്മാണം നടന്ന ഘട്ടത്തിലുണ്ടായിരുന്ന കരിങ്കല്ലുകളും പുഴയിൽ അടിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരാൾ ചാടല്ല വീണല്ല എന്ത് സംഭവിച്ചാലും കരിങ്കല്ലുമ്മേ പതിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല, അപകടമുണ്ടാകും. TCV ന്യൂസ്, ചാലക്കുടി. ചാലക്കുടി റെയിൽവേ പാലത്തിന് സമീപം പുഴയിലേക്ക് ചാടിയ സംഘം കവർച്ചാ സംഘമെന്ന സൂചന. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെ ഇതര സംസ്ഥാനക്കാരായ 4 പേർ മുരിങ്ങൂർ ഡിവൈൻ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തു നിന്നും ഓട്ടോയിൽ കയറിപ്പോയതായി ഓട്ടോ ഡ്രൈവർ പോലീസിന് മൊഴി നൽകി. ഇതിലൊരാൾ പരിക്കേറ്റ നിലയിലായിരുന്നുവെന്ന് ഓട്ടോ ഡ്രൈവർ പോലീസിനോട് പറഞ്ഞു. കൊരട്ടി വരെയാണ് പോയത്. പിന്നീട് മറ്റൊരു ഓട്ടോയിൽ കയറിയ സംഘം അങ്കമാലി ഭാഗത്തേക്കാണ് പോയതെന്ന് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ദ്വിദിന നേതൃത്വ പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. ചെറുതുരുത്തി ഈക്കോ ഗാർഡൻ റിസോർട്ടിൽ നടന്ന ക്യാമ്പ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് TD സുഭാഷ് അധ്യക്ഷത വഹിച്ചു. KCCL MD PP സുരേഷ് കുമാർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KV രാജൻ, ജില്ലാ സെക്രട്ടറി P ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. ബിസിനസ് സ്ട്രാറ്റജി കോച്ച് K സുഭാഷ് ബാബു, മനോജ് തോമസ്, സ്നിഗിത സുധീർ എന്നിവർ ക്ലാസ് നയിച്ചു. ചടങ്ങിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട COA സംസ്ഥാന ഭാരവാഹികളായ പ്രസിഡന്റ് പ്രവീൺ മോഹൻ, ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, KCCL ചെയർമാൻ K ഗോവിന്ദൻ, ജില്ലാ ചാർജ് വഹിക്കുന്ന പ്രജീഷ് അച്ചാണ്ടി എന്നിവരെ ആദരിച്ചു. കരുവന്നൂർ പുത്തൻതോട് വീട്ടിൽ കയറി ആക്രമണം നടത്തിയ പ്രതിക്കായി തെരച്ചിൽ ഊർജിതമാക്കി പോലീസ്. ഞായറാഴ്ച ഉച്ചയോടെ നടന്ന വീടാക്രമണത്തിൽ പിഞ്ചുകുഞ്ഞിനടക്കം പരിക്കേറ്റിരുന്നു. ഇരിങ്ങാലക്കുട കരുവന്നൂർ പുത്തൻതോട് ഷാപ്പിന് സമീപത്താണ് വീട്ടിൽ കയറി വടിവാൾ വീശി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് ആക്രമണം നടത്തിയത്. ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന കുട്ടാട്ടിൽ വീട്ടിൽ സൗമേഷ് എന്നയാളുടെ വീട്ടിലാണ് പ്രദേശത്തെ തന്നെ നിരവധി കേസുകളിൽ പ്രതിയായ അനൂപ് ആക്രമണം നടത്തിയത്. ലഹരിയിൽ വടിവാളുമായി വീട്ടിലെത്തിയ പ്രതി സൗമേഷിനെയും ഭാര്യ അഞ്ജനയെയും അമ്മ ഓമനയെയും മകൾ 6 വയസ്സുകാരി പ്രാർത്ഥനയെയും ആക്രമിക്കുകയായിരുന്നു. വീട്ടിലെ പലവ്യഞ്ജനങ്ങൾ ഉൾപ്പെടെ വലിച്ചെറിയുകയും ചെയ്തു. പരിക്കേറ്റ ഇവർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. നിരവധി തവണ ഇയാളിൽ നിന്നും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നും വീട്ടുകാർ പറയുന്നു. സംഭവം നടക്കുന്നതിന് സമീപത്താണ് മാസങ്ങൾക്ക് മുൻപ് ഗുണ്ടാ സംഘങ്ങൾ ചേരിതിരിഞ്ഞ് നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് കുത്തേൽക്കുകയും ചെയ്തത്. പ്രദേശത്ത് ഗുണ്ടാ ലഹരി മാഫിയയുടെ ശല്യം അധികരിച്ചു വരികയാണെന്നും പോലീസ് ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുറെ നാളായ ശല്യം സഹിക്കാൻ തുടങ്ങിയിട്ടേ ഇന്നാള് ഇതുപോലെ പ്രശ്നം ഉണ്ടായിട്ട് ഓരോ വീട്ടിൽ വന്നിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കല്, വീട്ടിൽ കയറി ഓരോ സാധനങ്ങൾ തല്ലി നടക്കല് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇന്ന് വന്നിട്ട് എൻ്റെ തലയിലിട്ട് അടിച്ചു പൊട്ടിച്ചു, അമ്മയുടെ തലയിലടിച്ചു, ക്രാവിൻ്റെ കൈമതേ കോറിയിട്ടുണ്ട്. എല്ലാം കുറെ നാളെ ഇതായിട്ട് ഇതൊന്നും സഹിക്കാൻ പറ്റില്ല. കഞ്ചാവ് അടിച്ചിട്ട് ബോധമില്ല, അനാവശ്യങ്ങളാണ് പറഞ്ഞുണ്ടാക്കണത്. ഞങ്ങൾക്ക് എപ്പോഴും ശല്യമാണ്. ഞങ്ങൾക്ക് പേടിച്ചിട്ട് വീട്ടിലിരിക്കണത്. എൻ്റെ അമ്മേനൊക്കെ കൊടം കൊണ്ട് അടിച്ച് വടിവാള് വന്ന് വീശി വടിവാള് കൊണ്ട് അടിച്ച് നിലത്തിട്ട് മുടിക്കൊക്കെ കുത്തിപ്പിടിച്ചു, തലയ്ക്കൊക്കെ കുത്തിപ്പിടിച്ചു. എൻ്റെ മോളുടെ കൈമ വടിവാള് കൊണ്ട് കുത്തി. ഞങ്ങൾക്ക് ഇനി ഇങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കഞ്ചാവ് അടിച്ച് ഇതായി നടക്കണം. അവൻ്റെ വീട്ടുകാർക്ക് അവനൊന്നും ചെയ്യാൻ പറ്റണില്ല. മുന്നേ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ഞങ്ങൾ സ്റ്റേഷനിൽ വിളിച്ച് അറിയിച്ച് അവിടെ നിന്ന് ഓരോ താക്കീത് കൊടുത്ത് വിട്ടതാ. പക്ഷെ ഇപ്പോഴും അവൻ്റെ ശല്യം. മുള്ളൂർക്കരയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. ഞായറാഴ്ച രാത്രിയിലാണ് വാഴക്കോട് BRDക്ക് സമീപത്ത് കാട്ടാനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചത്. വാഴക്കോട് വലിയ പറമ്പിൽ നൌഷാദിന്റെ കൃഷിയിടത്തിലിറങ്ങിയ കാട്ടാന 10ഓളം തെങ്ങിൻ തൈകൾ ചവിട്ടിയും ഒടിച്ചും നശിപ്പിച്ചു. സമീപത്തെ വീടിന്റെ 5 മീറ്റർ അടുത്തുവരെ കാട്ടാനകളെത്തി. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ആറ്റുഭാഗത്ത് കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. ഇപ്പോൾ ആന ഭീതിയാണ്. ഇപ്പോൾ എൻ്റെ വീടിന് നേരെ മുമ്പുള്ള പറമ്പിൽ കയറി ആന തെങ്ങൊക്കെ നശിപ്പിച്ചു, കൃഷിയൊക്കെ നശിപ്പിച്ചു. ഞങ്ങളിവിടെ താമസിക്കും, നമുക്കൊരു ഭീതിയാണ് താമസിക്കാൻ. അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ അതിൻ്റെ
സംവിധാനം കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് എപ്പോഴാണ് ആന ഇറങ്ങിയത്? രാത്രി പുലർച്ചെ ഇട്ടാവും. ഒരു പുലർച്ചെതാണ്, രാത്രി 11 മണിയായി ഞാൻ വരുമ്പോൾ. അപ്പോഴൊന്നും ഈ സംഭവമില്ല. നേരെ വെളുക്കുമ്പോൾ വീട്ടിൽ നിന്ന് നീച്ച് ഇറങ്ങുമ്പോഴാണ് തെങ്ങിൻ്റെ തലയൊക്കെ പോയത് കണ്ടത്. അപ്പോഴാണ് ഫോറസ്റ്റുകാർ അറിയിച്ചു. അവർ വന്നിരുന്നു, അവരോട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഭീതിയാണ്, പിള്ളേരൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് വേണ്ടപ്പെട്ട അധികാരികൾ അതിൻ്റെതായ നടപടികൾ എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം പുണ്യമാണെന്നാണ് വിശ്വാസം. രാമക്ഷേത്രങ്ങളിൽ പ്രധാനമായ തിരുവില്ലാമല ക്ഷേത്രത്തിൽ നൂറുകണക്കിന് ഭക്തരാണ് ദിവസവും ദർശന പുണ്യം തേടിയെത്തുന്നത്. മധ്യകേരളത്തിൽ വ്യത്യസ്ത സ്ഥലങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന ശ്രീരാമ, ഭരത, ലക്ഷ്മണ, ശത്രുഘ്ന ക്ഷേത്രങ്ങളിൽ നാലമ്പല തീർത്ഥയാത്ര എന്ന രീതിയിൽ കർക്കിടക മാസം ഭക്തർ ധാരാളമായി ദർശനം നടത്തുന്നു. തിരുവില്ലാമല ക്ഷേത്രത്തിൽ രാമായണ മാസം വളരെ വിശേഷപ്പെട്ടതാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട 4 ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇത്. കൂടാതെ ഇന്ത്യയിലെ തന്നെ അത്യപൂർവ ലക്ഷ്മൺ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ശ്രീരാമ ലക്ഷ്മണന്മാർ കുടികൊള്ളുന്ന തിരുവില്ലാമല ക്ഷേത്ര ദർശനത്തിന് ശേഷം കുഴൽമന്നത്തിനടുത്ത് പുൽപ്പുരമന്നം ശ്രീ ഭരതസ്വാമി ക്ഷേത്രം, കൽക്കുളം ശ്രീ ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നിവിടങ്ങളിൽ കൂടിയെത്തുമ്പോൾ നാലമ്പല ദർശനം പൂർത്തിയാകുന്നു. കർക്കിടക മാസമുടനീളം ഇവിടെ ഉച്ചയ്ക്ക് പ്രസാദകൂട്ടും നടത്തിവരുന്നു. രാമായണ പാരായണവും നടക്കുന്നുണ്ട്. ധാരാളം ഭക്തരാണ് ദിവസവും ഇവിടെ എത്തുന്നത്. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഉച്ചയ്ക്ക് പ്രസാദ ഊട്ട് നൽകുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്തജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം, അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ, ഇവിടെ ക്ഷേത്രത്തിലുള്ള ടോയ്ലറ്റിന് പുറമെ അഡീഷണലായി മൂവബിൾ ടോയ്ലറ്റ് നമ്മൾ വടക്കാഞ്ചേരി നഗരസഭയുമായി ബന്ധപ്പെട്ട് ഒരു 6 യൂണിറ്റ് അഡീഷണലായിട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥം അഡീഷണൽ വഴിപാട് കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത്രയും മഴയും അതുപോലെ പ്രതികൂല കാലാവസ്ഥയും ഉണ്ടെങ്കിലും ഈ നാലമ്പല ദർശന പുണ്യം നുകരുന്നതിന് വേണ്ടി ധാരാളം ഭക്തജനങ്ങൾ ഈ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ കർക്കിടക മാസത്തിൽ പതിവ് പോലെ തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. തിരുവില്ലാമല വില്വാദ്രി ക്ഷേത്രത്തിൽ നിന്നും അശ്വതി മടത്തിപ്പറമ്പിൽ. ദേശീയപാത 4 വരിപാതയാക്കി വികസിപ്പിച്ച് ടോളിനത്തിൽ കോടികൾ പിരിച്ചെടുക്കാൻ തുടങ്ങി വർഷങ്ങൾ പിന്നിട്ടിട്ടും സർവീസ് റോഡുകൾ പലയിടത്തും ഇപ്പോഴും കടലാസിൽ തന്നെ. പറപ്പുകര പഞ്ചായത്തിലെ ഉളുമ്പത്തുകുന്ന് മുതൽ കൊളത്തൂർ വരെയുള്ള ഭാഗത്ത് ഇതുവരെയായും സർവീസ് റോഡുകൾ നിർമ്മിച്ചില്ല. ഉളുമ്പത്തുകുന്ന് മുതൽ കൊളുത്തൂർ സെന്റർ വരെയുള്ള 1.5 കിലോമീറ്റർ ദൂരത്തിൽ ദേശീയപാതയുടെ ഇരുഭാഗത്തും സർവീസ് റോഡ് നിർമ്മിക്കാത്തതിനാൽ മേഖലയിൽ അപകടങ്ങൾ പതിവായി. സർവീസ് റോഡ് ഇല്ലാത്തതിനാൽ കാൽനട, സൈക്കിൾ യാത്രക്കാരടക്കമുള്ള പ്രദേശവാസികൾക്ക് അതിവേഗ പാതയെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. മേഖലയിൽ സർവീസ് റോഡിനായി ഭൂമി ഏറ്റെടുത്തത് കാട് മൂടിക്കിടക്കുകയാണ്. റോഡ് നിർമ്മാണം ഉടനെയൊന്നും ഉണ്ടാകില്ലെന്ന പരോക്ഷമായി സൂചന നൽകിക്കൊണ്ട് ഏറ്റെടുത്ത സ്ഥലത്ത് അധികൃതർ ഏതാനും വർഷം മുൻപ് തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതുവഴി ദേശീയപാത അതോറിറ്റി തികഞ്ഞ മനുഷ്യാവകാശ ലംഘനമാണ് നടത്തുന്നതെന്നാണ് ആക്ഷേപം. ഈ സർവീസ് റോഡിന്റെ ഭാഗങ്ങളിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിരിക്കണ്. അപ്പോ തീർച്ചയായിട്ടും ഇത് നിയമവിരുദ്ധമാണ്. ഹൈവേ അതോറിറ്റി ഇത് ശക്തമായ നടപടി സ്വീകരിച്ച് പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണം. കൊളത്തൂർ പാടത്ത് സർവീസ് റോഡിന് പകരം റെയിൽ ഗാർഡുകളും മയിൽക്കുറ്റികളും കൊണ്ടുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിക്കുകയാണ് ചെയ്തത്. പരാതികളേറുമ്പോൾ ദേശീയപാത അധികൃതർ ഇടയ്ക്കിടെ സ്ഥലം സന്ദർശിക്കുകയും പണി ഉടനടി പൂർത്തീകരിക്കുമെന്ന് പറയുകയുമല്ലാതെ പ്രശ്നപരിഹാരത്തിന് നടപടി ഉണ്ടാകുന്നില്ല. മേഖലയിൽ യു-ടേൺ സൗകര്യമില്ലാത്തതും പ്രദേശവാസികളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഇതുമൂലം 1 കിലോമീറ്റർ ദൂരം പോകാൻ ഓട്ടോ വിളിക്കുന്നവർക്ക് 3 കിലോമീറ്ററോളം അപ്പുറത്തുള്ള നെല്ലായി ജംഗ്ഷനിലെത്തി റോഡ് മുറിച്ചു കടന്ന് തിരികെ വരേണ്ട ഗതികേടാണുള്ളത്. 3 കിലോമീറ്ററൊക്കെ വളഞ്ഞു പോയിട്ട് വേണം 50 രൂപ ഓട്ടോക്ക് പോകാൻ. നമുക്ക് ഒരു സർവീസ് റോഡ് പണിതിട്ട് നമുക്ക് വളരെ ഉപകാരമായി. കൊളത്തൂർ വെള്ളപ്പാലവും നെല്ലായിക്കടുത്തുള്ള തൂപ്പങ്കാവ് പാലവും വീതി കൂട്ടി പുനർനിർമ്മിച്ചാലേ ഈ മേഖലയിൽ സർവീസ് റോഡ് നിർമ്മാണം നടത്താനാവൂ. പാലം പണിയാൻ വേണ്ടി 4 വരെ വാർത്തിട്ടിട്ട് പാലം പണിതിട്ടുമില്ല, ഒരു കാര്യം ചെയ്തിട്ടുമില്ല. 2 സർവീസ് റോഡ് പണിയാനുള്ള സ്ഥലം വരെ എടുത്തിട്ടിട്ട് പാലം പണിതിട്ടില്ല. അതിന് എന്താ ഗവൺമെൻറ്റിൻ്റെ നിലപാട്? അതാണ് നമുക്കറിയേണ്ടത്. തൂപ്പങ്കാവ് പാലം വീതി കൂട്ടുന്നതിന്റെ ഭാഗമായി ഏതാനും വർഷം മുൻപ് പാലത്തിന്റെ ഒരു ഭാഗത്ത് തൂണുകൾ നിർമ്മിച്ചെങ്കിലും തുടർ നിർമ്മാണം നടന്നില്ല. ഈ വിഷയങ്ങളിൽ അടിയന്തര ഇടപെടൽ നടത്താൻ ജനപ്രതിനിധികളും ദേശീയപാത അതോറിറ്റിയും ഇനിയെങ്കിലും തയ്യാറാകണമെന്നാണ്
ആവശ്യം. TCV കൊടകര. സോഷ്യലിസ്റ്റ് കൾച്ചറൽ സെൻട്രൽ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സോഷ്യലിസ്റ്റ് നേതാവ് MP വീരേന്ദ്രകുമാറിന്റെ 88ാമത് ജന്മദിനം സ്മൃതി ദിനമായി ആചരിച്ചു. സാഹിത്യ അക്കാദമി സ്മൃതി മണ്ഡപത്തിൽ ചലച്ചിത്ര നടൻ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. കൾച്ചറൽ സെൻട്രൽ സംസ്ഥാന കൺവീനർ CVK തോമസ് അധ്യക്ഷത വഹിച്ചു. RJD സംസ്ഥാന ജനറൽ സെക്രട്ടറി യൂജീൻ മൊറേലി, എഴുത്തുകാരൻ ഡോക്ടർ NR ഗ്രാമപ്രകാശ്, സാഹിത്യ അക്കാദമി മുൻ പബ്ലിക്കേഷൻ ഓഫീസർ ED ഡേവിസ്, അയനം സാംസ്കാരിക വേദി ചെയർമാൻ വിജേഷ് എടക്കുന്നി, സ്റ്റേറ്റ് PTA ജനറൽ സെക്രട്ടറി PK ജയപ്രകാശ്, RJD ജില്ലാ പ്രസിഡന്റ് ജെയ്സൺ മാണി തുടങ്ങിയവർ സംസാരിച്ചു. അളകപ്പനഗർ പഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന കോൺഗ്രസ് മെമ്പർ പ്രിൻസ് ഫ്രാൻസിസ് അരിപ്പാലത്തുകാരന് DCC പ്രസിഡന്റ് VK ശ്രീകണ്ഠൻ MP കാരണം കാണിക്കൽ നോട്ടീസ് നൽകി. DCC നിർദ്ദേശം ലംഘിച്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നത് ഗുരുതര അച്ചടക്ക ലംഘനമാണെന്നും നോട്ടീസ് കൈപ്പറ്റി 3 ദിവസത്തിനകം രേഖാമൂലം കാരണം അറിയിക്കേണ്ടതാണെന്നും DCC ജനറൽ സെക്രട്ടറി K ഗോപാലകൃഷ്ണൻ അറിയിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണ-വെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6740 രൂപ, പവന് 53,920 രൂപ. വെള്ളി ഗ്രാമിന് 96 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3525 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകൾ. ജില്ലയിൽ മിന്നൽ ചുഴലിയിൽ പരക്കെ നാശം. മണ്ണുത്തിയിൽ മരങ്ങൾ വീണ് വാഹനങ്ങൾ തകർന്നു. കാഞ്ഞാണിയിൽ തെങ്ങുപട്ട വീണ് സ്വകാര്യ ബസിന്റെ ചില്ല് തകർന്നു. പലയിടത്തും വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരി ഊരോക്കാട് വൈദ്യുതി ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഗൃഹനാഥൻ മരിച്ചു. ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി വേട്ടയാടിയതിന് പിണറായി വിജയൻ മാപ്പ് പറയണമെന്ന് UDF കൺവീനർ MM ഹസൻ. അധികാരം സേവനത്തിന് വേണ്ടിയുള്ളതാണെന്ന് തെളിയിച്ച വ്യക്തിയാണ് ഉമ്മൻചാണ്ടിയെന്നും MM ഹസൻ. സംസ്ഥാനത്ത് നികത്തിയ നെൽവയലുകൾ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള കർശന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുമെന്ന് റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ. നികത്തപ്പെട്ട എല്ലാ ഉപയോഗ്യമായ ഭൂമിയും തിരിച്ചുപിടിച്ച് കൃഷിക്ക് അനുയോജ്യമാക്കുമെന്നും മന്ത്രി. പൂച്ചട്ടിയിൽ കൊലക്കേസ് പ്രതിയെ വെട്ടിക്കൊലപ്പെടുത്തി. പൂച്ചട്ടി സ്വദേശി സതീഷാണ് കൊല്ലപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് 3 പേരെ ഉല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ റെയിൽവേ സ്റ്റേഷന്റെ അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിനെതിരെ നിയമ നടപടിയുമായി കോർപ്പറേഷൻ. പൊതുവോടയിലേക്ക് സെപ്റ്റിക് മാലിന്യം ഒഴുക്കിയ റെയിൽവേയുടെ ചാൽ അടയ്ക്കുമെന്ന് മേയർ. ട്രെയിൻ വരുന്നത് കണ്ട് പാലത്തിൽ നിന്ന് 4 പേർ പുഴയിലേക്ക് ചാടിയെന്ന് ലോക്കോ പൈലറ്റ്. ചാലക്കുടി പുഴയിൽ ഫയർഫോഴ്സും പോലീസും തെരച്ചിൽ നടത്തി. പുഴയിൽ ചാടിയത് കവർച്ചാ സംഘമെന്ന് സൂചന. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.